എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 6 മുതൽ 11 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ മുൻഭാഗത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. ഇതിൽ 6ാമത്തെ ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം തന്നെ പഠിക്കേണ്ടത് ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഫേവർ ആയിട്ടുള്ളതുണ്ട്, അഡ്വാൻറ്റേജ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് രണ്ടും പഠിക്കേണ്ടതാണ്. ഇതിലൊരു 4 പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. 2ൽ നിന്നും 4 പോയിൻ്റ് വീതം പഠിച്ചു വയ്ക്കുക. പിന്നെ പഠിക്കേണ്ടത് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 4 ടൈപ്പ് ഉണ്ട്: എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. പഠിക്കുമ്പോൾ എക്സാമ്പിൾ അടക്കം മനസ്സിലാക്കി വെച്ച് പഠിക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് കോസസ് ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ്റെ കോസസ് ഏതൊക്കെയാണെന്നുള്ളത് മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത്രയുമാണ് 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നെക്സ്റ്റ് ചാപ്റ്റർ 7 ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം പഠിക്കേണ്ടത് പ്രൊമോട്ടറും അവരുടെ ഫങ്ഷൻസും പഠിക്കേണ്ടതാണ്. പിന്നെ പഠിക്കേണ്ടത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അവരുടെ ക്ലോസസ്. പിന്നെ 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സെബി അപ്രൂവൽ, പ്രോസ്പെക്ടസ് എന്താണെന്ന്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന്, ഇതൊക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് അതും കൂടി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 8 സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് എ ബിസിനസ്, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്. അത് രണ്ടും നന്നായി പഠിക്കണം. കഴിഞ്ഞ തവണ അതിൻ്റെ നോട്ട് എഴുതാൻ, ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സിൽ ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പില്ലേ, ഓണേഴ്സ് ഫണ്ട്, ബോറോവേഴ്സ് ഫണ്ടും, ആ ക്ലാസിഫിക്കേഷൻ നന്നായി പഠിക്കേണ്ടതാണ്. പിന്നെ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇഷ്യൂ ഓഫ് ഷെയർസിൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. അതിൽ ഇക്വിറ്റി ഷെയർസിൻ്റെ മെറിറ്റ്സ് 2 വർഷം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ മെറിറ്റ്സ് നന്നായി പഠിച്ചു വയ്ക്കുക. പിന്നെ പ്രിഫറൻസ് ഷെയർസ് പഠിച്ചിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വയ്ക്കുക. പിന്നെ റീറ്റേൺഡ് ഏണിങ്സ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റീറ്റേൺഡ് ഏണിങ്സ് നന്നായി പഠിച്ചു വയ്ക്കുക. അതിൻ്റെ മെറിറ്റ്സും കൂടി കൂട്ടി പഠിക്കുക, കാരണം മാർക്ക് അനുസരിച്ച് അത് എഴുതേണ്ടതാണ്. അപ്പോൾ റീറ്റേൺഡ് ഏണിങ്സ് നിർബന്ധമായി 100% വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഡിബഞ്ചേഴ്സ് എന്താണെന്ന് പഠിച്ചു വയ്ക്കണം, കൊമേഴ്സ്യൽ പേപ്പർ എന്താണെന്ന് പഠിച്ചു വയ്ക്കണം, ഫാക്ടറിങ് എന്താണെന്ന് പഠിച്ചു വയ്ക്കണം, ലീസ് ഫിനാൻസിങ്. ഇത്രയും കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും പഠിക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ 9 സ്മോൾ ബിസിനസ്. ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ് ആണ്. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കുന്നത് 2 വർഷവും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് ചോദിച്ചേക്കുന്നത് പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ് ആണ്. അപ്പോൾ അത് ആ ഭാഗത്തു നിന്നും പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 10 ഇൻറ്റേർണൽ ട്രേഡ്. ഇതിൽ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും എന്താണെന്നുള്ളത് പഠിക്കുക. പിന്നെ കഴിഞ്ഞ വർഷം വന്ന എസ്സേ ആയിരുന്നു സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ്, അവരുടെ സർവീസസ് മാനുഫാക്ചേഴ്സിലേക്കുള്ള സർവീസസും റീറ്റെയിലേഴ്സിലേക്കുള്ള സർവീസസും. കഴിഞ്ഞ 2 വർഷവും ഒരു വർഷം ഒരെണ്ണം മാത്രമായിട്ട് എസ്സേ ചോദിച്ചു, കഴിഞ്ഞ വർഷം 2ഉം കൂടി ചോദിച്ചു. സർവീസസ് ടു മാനുഫാക്ചേഴ്സും ചോദിച്ചു, സർവീസസ് ടു റീറ്റെയിലേഴ്സും ചോദിച്ചു. അപ്പോൾ ഇത് രണ്ടും നന്നായി പഠിക്കേണ്ടതാണ്. പിന്നെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ്. റീറ്റെയിൽ ട്രേഡിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും. അതിൽ ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായി പഠിക്കണം. അതുപോലെ ലാർജ് സ്കെയിൽ ഷോപ്സിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്, ചെയിൻ ഓഫ് സ്റ്റോഴ്സ്, മെയിൽ ഓർഡർ ഹൗസസ്, ഇതെല്ലാം ലാർജ് സ്കെയിൽ ഷോപ്സിലേയും കൂടി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും ലാർജ് സ്കെയിൽ ഷോപ്സും അതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ലാസ്റ്റ് ചാപ്റ്റർ ഇൻ്റർനാഷണൽ ബിസിനസ്. ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം തന്നെ പഠിക്കേണ്ടത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഒരു 8 പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. പിന്നെ പഠിക്കേണ്ടത് ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ടു കൺട്രീസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ് സ്ഥിരം.
പിന്നെ മോഡ്സ് ഓഫ് എൻട്രി ഇൻറ്റു ഇൻ്റർനാഷണൽ ബിസിനസ്, അതിൽ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പഠിക്കണം, കോൺട്രാക്ട് മാനുഫാക്ചറിങ് പഠിക്കണം, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ചോദിക്കാറുണ്ട്, ജോയിൻറ്റ് വെഞ്ചേഴ്സ് പഠിക്കണം. ഇത്രയും ഭാഗങ്ങൾ നന്നായി ആ ഭാഗത്തു നിന്നും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ആ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് എക്സ്പോർട്ടിൻ്റെ പ്രൊസീജിയറുകൾ, അത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. നെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ആൻ ഇമ്പോർട്ട് ട്രാൻസാക്ഷൻ, അതിൽ പെർഫോമ ഇൻവോയ്സ്, ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് ലാഡിങ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതൊക്കെ എന്തായാലും നോക്കണം, അതൊക്കെ സെപ്പറേറ്റ് ചോദിക്കാറുള്ളതാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇതെല്ലാം. എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസ് EPZS, അതും ചോദിക്കാറുള്ളതാണ് സെപ്പറേറ്റ്. ലാസ്റ്റായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് IMF അതിൻ്റെ ഫുൾ ഫോം നോക്കുക, WTO അതിൻ്റെ ഫുൾ ഫോം നോക്കുക, അതുപോലെ തന്നെ അതെന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക.